Hi friends, welcome to Varma's Ruchi World. ഇത് നമ്മൾ വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മയുടെ കൂടെ ഒരു റെസിപ്പി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ നെല്ലിക്കയുടെ സീസൺ ആണല്ലോ, അതുകൊണ്ട് നമുക്കൊരു നെല്ലിക്ക അച്ചാറായിട്ട് ഇന്നിപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മളിവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന നെല്ലിക്കയാണ്. ഇന്നിവിടെ നമ്മൾ നെല്ലിക്ക കൊണ്ട് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ വളരെ പെട്ടെന്നും വളരെ സ്വാദിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ തീരെ ഓയിലൊന്നും ഇല്ലാണ്ടാണ് ഈ ഒരു അച്ചാർ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിവിടെ അച്ചാർ ഇടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അച്ചാർ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ ഇത് കൂട്ടി തുടങ്ങാൻ പറ്റും. ഇന്ന് തന്നെ ഇത് എല്ലാം പാകാവും. നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് നെല്ലിക്ക എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ഈ അച്ചാർ കൂട്ടി തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പുറത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണില്ല എന്നുണ്ടെങ്കിൽ ഒരു 8-10 ദിവസം വരെയൊക്കെ 8 ദിവസം വരെയൊക്കെ ഇത് കേടുകൂടാണ്ടിരിക്കും. നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തിലേറെ നിങ്ങൾക്ക് ഇത് കേടുവരാണ്ട് സൂക്ഷിക്കാനും പറ്റും. എന്നാൽ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം അമ്മയുടെ സ്പെഷ്യൽ നെല്ലിക്ക അച്ചാർ. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു സ്റ്റീമറിലൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഏകദേശം എത്ര മിനിറ്റ് സ്റ്റീം ചെയ്യേണ്ടി വരും? ഇത് 15 ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇത് സ്റ്റീം ചെയ്യേണ്ടി വരും. ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് നെല്ലിക്ക വിണ്ട് പൊട്ടി വരും. അപ്പൊ നിങ്ങളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രം ഒന്ന് തുറന്നു നോക്കിയാൽ മതി. അപ്പോഴേക്കും നിങ്ങളുടെ നെല്ലിക്കയൊക്കെ വിണ്ട് പൊട്ടിയിട്ടുണ്ടാവും. അതാണ് ഇതിന്റെ ഒരു പാകം. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും സ്റ്റീം ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ പുഴുങ്ങിയെടുക്കരുത്. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നെല്ലിക്കയുടെ എല്ലാ പോഷക ഗുണങ്ങളെല്ലാതും ആ വെള്ളത്തിൽ പോകും. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു സ്റ്റീമറിൽ, അഥവാ നിങ്ങളുടെ ഒരു സ്റ്റീമർ ഇല്ലെങ്കിൽ ഇഡലിരട്ടിന്റെ മുകളിൽ അങ്ങനെ വെച്ചിട്ടാണെങ്കിലും ഒന്ന് ആവി കയറ്റിച്ചെടുത്താൽ. അപ്പൊ നമുക്ക് നെല്ലിക്ക നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. നമുക്ക് ഇനി ഇതൊരു 10-15 മിനിറ്റിന് ശേഷം, ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ നെല്ലിക്കയൊക്കെ സ്റ്റീംഡ് ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു തവിയില് ഒന്ന് കൈകൊണ്ട് അമർത്തുമ്പോ തന്നെ കുരു വിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് ബന്ധു എന്നുള്ളതിന്റെ ഒരു ലക്ഷണം കൂടിയാണിത്. നമ്മളിതെല്ലാതും കുരു നീക്കം ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. നമുക്കിനി ഇത് മുഴുവനൊന്ന് കുരു നീക്കം ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് എടുക്കാം. ഇത് നമ്മള് കുരുക്കെ നീക്കം ചെയ്ത് നമ്മുടെ പുഴുങ്ങിയ നെല്ലിക്കയാണ്. ഇത് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. നമ്മളിനി ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടായിപ്പോ അതിലേക്ക് ഒരു 100 ഗ്രാം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്താക്കണത്. ഈ മുളക് പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അധികം കരിയാണ്ട് നോക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പൊ മുളക് പൊടി ഇപ്പൊ ചൂടായിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മുളക് പൊടി ചൂടാക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർക്കാണ്. അപ്പൊ നമ്മുടെ ഒരു കണക്ക് എങ്ങനെയാ വെച്ചാല് ഒരു 3 ടീസ്പൂൺ ആണ് നമ്മൾ എടുത്താക്കണേ മൊത്തത്തിൽ കേട്ടോ. അതായത് 2 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്.
പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഉപ്പ്. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും രുചിക്ക് അനുസരിച്ചിട്ട് ചേർക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന നെല്ലിക്കയുടെ പുളിക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. നമ്മളിവിടെ ഒരു 4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കാണ്. അപ്പൊ നമ്മൾ വേറെ വെള്ളം തിളപ്പിച്ചിട്ടല്ല ചേർക്കുന്നത്. നെല്ലിക്ക സ്റ്റീം ചെയ്യുമ്പോൾ സ്റ്റീമറിന്റെ അടിയത്തെ തട്ടിലുണ്ടായിരുന്ന വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ നമ്മൾ ഈ നെല്ലിക്ക ആവി കയറുമ്പോൾ നെല്ലിക്കത്തെ ആ ഒരു വിറ്റാമിൻസും കൂടി ഉണ്ടാവും ആ വെള്ളത്തില്. ആ വെള്ളം തന്നെയാണ് നമ്മളിവിടെ ചൂടുവെള്ളമാണ്. അത് നമ്മൾ ആ ചൂടായ വെള്ളം തന്നെയാണ് ഇവിടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അത് നമ്മളിവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കേണ്ട ഇതിലേക്ക്. കുറച്ചും കൂടി വെള്ളം ചേർക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതിപ്പോ ഗ്രേവി മതിയാവില്ല, കുറച്ചും കൂടി വെള്ളം ചേർക്കണം. അത് നമ്മൾ കുറച്ചും കൂടി ചൂടുവെള്ളം എടുത്തും വച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റീമറിൽ നിന്ന്. അപ്പൊ ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാണ്. ഇപ്പൊ ഏകദേശം 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടാവും അല്ലെ. ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പൊ വെള്ളം ചേർക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട ഗ്രേവിയുടെ അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കാം. അതിപ്പോ നമുക്ക് നെല്ലിക്ക ചേർക്കാം. ഇപ്പൊ നമ്മൾ മൊത്തത്തില് ഒരു 4 ഗ്ലാസ് വെള്ളം, ഏകദേശം ഒരു 1/2 ലിറ്ററിലും കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര നിങ്ങൾക്ക് ഗ്രേവി വേണം വെച്ചാല് അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാം. അതിന് ഞാനൊരു പ്രത്യേക അളവ് പറയണില്ല. ഇതിപ്പോ കണ്ടില്ലേ, ഒന്ന് കുറുകുറുവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് വല്ലാണ്ട് വെള്ളമൊന്നും ഇതിന് ഇറങ്ങി വരില്ല, മാങ്ങ പോലെയൊന്നും. കുറച്ചും കൂടി വെള്ളം വരും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ചോറൊക്കെ ഉണ്ണുമ്പോൾ അതിന്റെ ഒരു പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയെങ്കിലും വെള്ളം ചേർത്താലാണ് നമുക്ക് ആ ഒരു പാകത്തിന് നമുക്കൊന്ന് അയഞ്ഞു കിട്ടുള്ളൂ. അപ്പൊ അമ്മ സ്പെഷ്യൽ നെല്ലിക്ക അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാൻ പറ്റിയൊരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ബൈ.